Hanoi Rahme Behau Bestina De Marir Dine Ukashia Twase Ukain Buhrani നാഥനടഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമെഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം മന്ദിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം कामिन कवरे बगलियों सब पे उला कामम में मोमा सनया दम आवे के കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമുടുക്കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം മന്ദിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം काले हलिया तावोल वीरस हाय मलकूसा दम तैवाला വരിക നിനക്കായി ആദിമുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാം
നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ വാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന്റെ പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ തൃത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. മാറാതു മൗത്തൻ വധഹയ്യൈ ആവാവൗറാ ഉറൂഹാദു കുദിശാന അൽമീൻ. കമ്പൽ മാറൻ ഹാൻ കുർബാന ലേൽ പാശ്മയാദ കാരേവവതാ ബഹൈമാനുസാ ബലംബാദഹയാ ആഹ കുർബാനേ ദവാഹസാ
केनेघवय्या नोहवराहम् विसहाक याको आह कुर्बानी दकारी वसली है बगावलीसा كدامك ونهوي مقبلا لوي اسم الكسا അഗാധത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു.
പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. ബാവായ്ക്കും പുത്രനും റൂഹാദ് കുദുശായ്ക്കും സ്തുതി. ആദിമുതൽ എന്നേക്കും. ആമേൻ. അഗാധത്തിൽ നിന്നു നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ. നിന്റെ തിരുനാമത്തിനു സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനും ബാവായും പുത്രനും റൂഹാദ് കുദിശായുമായ സർവേശ്വരാ, നിന്നിൽ നിന്നു ഞാൻ എവിടെ പോകും? എവിടെയൊളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ട് മൂടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നു നീ. പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു. പാപം വലുതാണതുപോലങ്ങേ, കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായ്കിൽ നരകണമാകെ നശിക്കുന്നു. നാഥാ, നിന്നുടെ മാംസദിനങ്ങൾ കൈക്കൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു. ആദിയിലലിവൊടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി. പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ, നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നു രാജകുമാരി, ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും. പ്രാവു കണക്കെ തിരുസഭ നിൽപ്പൂ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ ദിവ്യനിടത്താൽ നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ, ആഴികടക്കും വർത്തകരെ പോൽ ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം. കരയെത്തുമ്പോൾ ധനമില്ലാത്തോർ കരയും, മറ്റവരാനന്ദിക്കും.
ശാശ്വതമാന്തനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം ത്രിത്വത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാം ഞങ്ങൾക്കെല്ലാം ആനന്ദത്തിൻ പറുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവെന്നെ കഠിനമായി ശിക്ഷിച്ചു, വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങ് നിലച്ചു കഴിഞ്ഞു. കർത്താവേ, നിൻ കൽപ്പനയാലേ അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു. വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൽ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞു. അനുതാപത്തോടു ചാക്കുമുഴുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകുന്നു. ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമെന്നെരി തീയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയേലെന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിൻ അപജയമേറ്റി. ആദിമുതൽ എന്നേക്കും ആമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനും ബാവായും പുത്രനും റൂഹാദുദിശായുമായ സർവേശ്വരാ,
ഷാത്മാരാവാ സീസിൻ റൂഹാനാത് കായിം ലേൽമിൻ റേഷ് ഉസാബേ താപർ ലീ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ Vespel hivsavai Usharis pisnale Dashmu kain kalli Shamarava Sesel Ruhana Dikaim Lemin Re Usabeda Balli കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ ലാസാസ്തമരേസ്ലേ ഉലാക്കമ്പൽ പ്യാസാ ഉഷാരി പാരിഷ് ലാ ലനവശാമിൻ പകരാ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാഖ വിണ്ണിൽ നിന്നിൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിനു സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും
കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, മാറാതു മൗത്തൻ വധുഹയ്യേൻ ആവാവൗറ റൂഹാദ് കുദിശാല് അൽമീൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യത പുണരുന്നു, ക്ഷയമുള്ളോൻ അക്ഷയനാകും. മർത്യതയേവം സകലേശം നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീഥിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയ എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം പുൽകുന്നതിനീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും കാത്തക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മധ്യനു മൃതിയേകി. ഗാഗുൽത്തായിൽ കൈനീട്ടി കുരിശാമധ്യനുയിർപ്പേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ, ഞങ്ങൾ തെളിവായി കേട്ടു. നിന്നുടെ നീതി വിശുദ്ധന്മാർക്കാനന്ദത്തിൻ പൂന്തേനും. ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥാ, ഞങ്ങളുടെ മൃതരെല്ലാം നുകരാമോ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിയിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും.
ബാവായ്ക്കും പുത്രനും റൂഹാദ് കുദുശായ്ക്കും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരൊത്തുവലം ഭാഗേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമ പരിവേഷം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനുമാകുന്നു. ആവാവൗറ ഉറുഹാദു കുദിശാലാൽ മീ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ചെടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ജഡികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമെൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലേ, ജഡി
ഇടികാശകളും നീർപ്പോളകൾ പോലെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം നമ്മൾ ഇവിടുന്ന് യാത്രയാക്കുകയാണ്. നീണ്ട 80 വർഷക്കാലം ഈ വീട്ടിൽ ഈ കുടുംബത്തിലായിരുന്നു കൊണ്ട് ഈ നാടിൻ്റെ നാനാതുറകളിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് നമ്മളെല്ലാവരുടെയും മനസ്സിൽ പച്ചുകിടാതെ ഓർമ്മയായി നിലനിൽക്കുന്ന ഈ അപ്പച്ചന് സ്വർഗീയ പിതാവിനുസവത്തിലേക്ക് യാത്രയാക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഒന്നു ചേർന്ന് ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ കമ്മിച്ചേരാം. സെന്റ് തെരേസാസ് കാവാലം ഇടവകയുടെ പേരിലുള്ള അനുശോചനം ഈ അവസരത്തിൽ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥനകളിൽ ഭക്തിയാദരവോടെ പങ്കുചേർന്നുകൊണ്ട് ഈ ആത്മാന്ത്യ പിതാവിനുസവത്തിലേക്ക് യാത്രയേക്കാം. ബഹുമാനപ്പെട്ട പരിശുദ്ധ അച്ഛന് ഇന്നത്തെ സന്ദേശം ഇവിടെ നമുക്ക് നൽകുന്നതാണ്. ഒരു കുരിയച്ഛന് പള്ളിയിലെ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനാകുന്നതാണ്. അവരച്ഛൻ സെമിത്തേരിയിലെ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികനാകുന്നതാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥനയോടെ ഈ കർമ്മങ്ങളിൽ പങ്കുചേരാം. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും നീക്കും. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ ഞങ്ങളെ വിശദീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളെ പരിമർശത്തിന്റെ നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിൽ ഞങ്ങളുടെ പാപമോചനത്തിനുമായി ചന്ദ്രത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ നയിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നോ വലിയ അനുഗ്രഹമുണ്ടായിരിക്കും.
മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സൃഷ്ടിച്ചവരുമായാളെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. നിന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. ആശ്രയമഖിലമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളെ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പീകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെ അഖിലേശ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹാ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുതാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിട്ടും മറ്റും കടക്കുകയില്ല. നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാനമാനവരുടെ ശത്രുത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്നും എഴുന്നള്ളി വരും. മെസ്സിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെയും ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെയും ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിൽ ഉള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ദയവായിട്ട് സീറ്റുള്ളവരെല്ലാം ഇരുന്നോളുക. ഇല്ലാത്തൊരല്പസമയം ക്ഷമയോടെ സ്നേഹത്തോടെ സഹകരിക്കുക. തെക്കുംതലയിലെ തോമാച്ചൻ നമ്മളിൽ നിന്നും മരണമൂലം ഇഹലോകവാസം വെടിഞ്ഞ് പുതിയ ഒരു ലോകത്തിലേക്ക് നിത്യത പ്രദാനം ചെയ്യുന്ന കണ്ണുകൾക്കോ കാതുകൾക്കോ ഇന്ദ്രിയങ്ങൾക്കോ സംവേദിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകത്തിലേക്ക് യാത്രയാകുക. തോമാച്ചൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖിക്കുന്ന ദയ്യാമ്മച്ചി, അവൻ്റെ പ്രിയപ്പെട്ട മക്കൾ, 5 മക്കൾ, അവരുടെ ജീവിത പങ്കാളികൾ, കുഞ്ഞുമക്കൾ. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്കാണ് ഈ വല്യപ്പനും വല്യമ്മയൊക്കെ യാത്രയാകുമ്പോൾ കൂടുതൽ വിഷമം കുഞ്ഞുമക്കൾക്കാണ്. കാരണം അപ്പൻ്റെയും അമ്മയുടെയും കാർക്കശ്യം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കാർക്കശ്യം അവർ എങ്ങായിരിക്കുമ്പോൾ ചെറുപ്പമായിരിക്കും അവർ പ്രകടിപ്പിക്കും. പക്ഷേ 50-60 കഴിഞ്ഞാൽ പിന്നെ അവർ ശാന്തമായി അവർ ഇരുത്തം വന്ന ഒരു പ്രകൃതത്തിലേക്ക് നീങ്ങും. തിരിച്ചറിവിൻ്റെ, ഉള്ളറിവിൻ്റെ, ഉൾക്കാഴ്ചകളുടെ ആ മേഖലകളിലേക്കാണ് പിന്നീട് അവർ യാത്ര ചെയ്യുന്നത്. പിന്നെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനും അവർ തന്നെ ഉത്തരം കണ്ടെത്തും. അതാണ് ഒരു പ്രത്യേകത. തോമാച്ചനെ എനിക്ക് 1999 തൊട്ട് എനിക്കറിയാം. അന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പള്ളി വന്നാൽ അകത്ത് കയറാനായിട്ട് അല്പം വൈമുഖ്യം കാണിക്കും. പുറത്ത് നിൽക്കുന്നുണ്ട്, മോണ്ടടത്തിൽ നിൽക്കുമോ. ആ അവസരത്തിലും ഓരോ മനുഷ്യരെ പഠിക്കാനായിട്ടാണ് ഞാൻ പരിശ്രമിച്ചത്. ആശ്രമദേവാലയത്തിലാണ് ഇവർ എല്ലാവരും വന്നുകൊണ്ടിരുന്നത്. നിഷയും ജോജോയും ഒക്കെ അന്ന് നല്ല ചെറുപ്പക്കാർ പിള്ളേരാണ്. യുവാക്കളെ അന്ന് യുവതിയെ നേതൃത്വം നയിച്ചിരുന്ന 2 യുവ തുർക്കികളാണ് നിഷയും ജോജോയും. പിന്നെ മറ്റ് അംഗങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇവരുടെ പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചർ അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഈ 2 കാര്യങ്ങൾ വ്യക്തമായിട്ട് എനിക്കറിയാം. അതിൻ്റെ വെളിച്ചത്തിൽ തോമാച്ചൻ്റെ ഇന്നലകൾ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചാൽ ആ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് ഞാൻ 2ാം പ്രാവശ്യം 1999 വന്നപ്പോൾ ദേവാലയത്തിൻ്റെ പുറത്ത് നിന്നാണ് 2011-14 കാലയളവിൽ കാവലത്ത് ആശ്രമത്തിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ഉള്ളിലെ ഒരു സൈലന്റ് പ്രവർത്തകനായിട്ട് മാറി. ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ എന്ത് കാര്യം പറഞ്ഞാലും അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഉയർന്നു. അതിനുശേഷം ഞാൻ 14 കഴിഞ്ഞ് പിന്നെ പലപ്പോഴും കാവാലം പ്രദേശത്ത് വരാറുണ്ട്. ജോമോൻ്റെ പ്രസ്ഥാനവുമായിട്ട് സഹകരിച്ചുകൊണ്ട് സഹായിക്കുന്ന ഒരു നല്ല ഒരു തൊഴിലാളിയുടെയും
മുതലാളിയുടെയും റോള് ഒരേപോലെ വഹിച്ചുകൊണ്ട് ശാന്തനായിട്ട് വിനയത്തോടും എളിമയോടും പുണ്യത്താൽ അലങ്കൃതനായിക്കൊണ്ട് ആ വഴി അടഞ്ഞു നിൽക്കുന്നത് അല്പം വഴിയൊന്ന് തുറന്നു കൊടുത്തേക്കാവോ പ്ലീസ്. അകത്ത് വന്ന് ആരെങ്കിലും ഒരാളുടെ നടത്തി പോകാനായിട്ട് ദൂരം നിന്ന് വരുന്നവർക്ക് സൗകര്യമാണ്. ഈ ക്യാമറയൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തേ. നിങ്ങൾ ഒരുപാട് സ്ഥലം എടുത്തിട്ടുണ്ട്. ഒന്ന് ഒതുക്കിക്കുക, അതിൻ്റെ സ്റ്റാൻഡൊന്ന് ഒതുക്കിക്കുക. വഴി ഒന്ന് തുറന്നേക്കുക, വഴി അടഞ്ഞു നിൽക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ വളരെ ശാന്തമായിട്ടുള്ള പെരുമാറ്റവും പ്രതികരണമാണ് അത്. ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീയത ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ബാഹ്യമായിട്ട് ഒച്ചപ്പാടുകളും ബഹളങ്ങളും ശബ്ദ കോലാഹലങ്ങളും ഒക്കെ നടക്കുമ്പോൾ അതിൽ പെട്ടുപോകാനായിട്ടാണ് നമുക്ക് കൂടുതൽ സാധ്യത. പക്ഷേ ആന്തരികതയുള്ള, ഇന്റീരിയറിറ്റി ഉള്ള, വ്യക്തിത്വത്തിൽ തനിമയുള്ള, പൂർണ്ണതയുള്ള വ്യക്തികൾ അവര് പുറം ലോകം എത്ര പ്രക്ഷുബ്ധമായാലും ശരി, അവർ ശാന്തരായിരിക്കും. ശാന്തമായ ദൈവത്തെ തിരിച്ചറിഞ്ഞ് 46 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെയുള്ള ഒരു ഭാവമാണ് ഇന്ന് തോമാച്ചൻ സ്വീകരിച്ചിരിക്കുന്നത്. തോമാച്ചൻ ഇനി തുടർ യാത്ര ചെയ്യുകയാണ്. നാളെ നമുക്ക് ഇവിടെ വന്നാൽ തോമാച്ചനെ കാണാൻ പറ്റത്തില്ല. പക്ഷേ ഈശോടൊപ്പം ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നവർ ഈശോടൊപ്പം പുനരുത്ഥാനം ചെയ്യും. ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-27 വചനങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവർ അവരൊരിക്കലും മരിക്കില്ലെന്നാണ് പറയുന്നത്. അതാണ് നമ്മുടെ വിശ്വാസം. കത്തോലിക്കാ സഭയുടെ വിശ്വാസം അതാണ്. കല്ലറകൾക്ക് അപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്നും കല്ലറകൾക്ക് അപ്പുറത്തേക്ക് ഒരു ജീവനുണ്ടെന്നും ആ ജീവന് വേണ്ടിയിട്ട് വേണം ജീവിക്കാൻ. സങ്കീർത്തൻ പറയുന്ന പോലെ 80, 70, 80 ഏറിയാൽ 80 എന്നാ പറയുന്നത്. 80 തികച്ചിട്ടാണ് തോമാച്ചൻ പോകുന്നത്. അപ്പോൾ ഈ ഏറിയാൽ 80 ആ കാലഘട്ടം വരെ മാത്രമേ നമുക്ക് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് കഴിയാൻ പറ്റുകയുള്ളൂ. ഭൂമി പറയും എനിക്ക് താങ്ങാൻ പറ്റത്തില്ലെന്ന് പറയും, നിന്നെ താങ്ങാൻ പറ്റത്തില്ലെന്ന് പറയും. നമ്മുടെയൊക്കെ അന്ത്യം ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം അമ്മയുടെ ഉദരത്തിലായിരുന്ന കുഞ്ഞു ശിശു മരണം സംഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ കുഞ്ഞിനെ അത്ര നേരത്തെ വിളിച്ചു എന്ന് ചോദ്യം ചോദിക്കാം. ഇനി വളരെ ഊർജ്ജസ്വലതയും പ്രസരിപ്പുമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലവരും മരിക്കും. കോവിഡ് വന്നതിന് ശേഷം എങ്ങാണ്ട് ഓൾഡ് ഒരു വേർതിരിവൊന്നും ഇല്ലാതെ തന്നെയാണ് ഓരോരുത്തരെ പെറുക്കിയെടുക്കുന്നത്. അവിടുത്തെ ഇവിടുത്തെ ഓരോരുത്തരെ പെറുക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മരണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം. ഞാനും ഗൾഫിൽ പകുതി മരിച്ച് തിരിച്ച് ഇവിടെ പകുതി ജീവനായിട്ട് വന്ന മനുഷ്യനാണ്. കുറച്ചുകൂടി ജീവനായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പോവാം. അപ്പോൾ നമ്മളുടെ ജീവിതം ജീവിക്കുന്ന സാഹചര്യത്തിലും ജീവിക്കുന്ന എൻവയറമെന്റിലും പരിസ്ഥിതിയിലും പര്യാവരണത്തിലുമാണ് നമ്മളാക്കി മാറ്റുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ ആകുന്നു എന്ന് തറപ്പിച്ച് പറയുന്ന ഈ പ്രയോഗം നടത്തുന്ന ഏകദേശം 9 തവണ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ പുനരുത്ഥാനവും ജീവനുമാണെന്ന് ഈശോ തറപ്പിച്ച് പറയുന്നത്. ഈശോയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ 100 വർഷമോ 150 വർഷമോ ഇനി വേണമെങ്കിൽ അതിൽ കൂടുതൽ വർഷം ഇവിടെ ജീവിക്കാമായിരുന്നു. പിതാവായ ദൈവം പുത്രനെ 33 വർഷക്കാലം മാത്രമേ ഇവിടെ ജീവിക്കാനായിട്ട് അനുവദിക്കുന്നുള്ളൂ. 30 വർഷം രഹസ്യമായിട്ട് ജീവിക്കുക, 3 വർഷം മാത്രമേ പരസ്യമായിട്ട് ജീവിക്കാൻ ഈശോയ്ക്ക് അവസരം കൊടുത്തുള്ളൂ. അതിനുശേഷം ആ കൗദാശിക സാന്നിധ്യവും ഉത്ഥാന സാന്നിധ്യവും ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്ന് വിശ്വാസപൂർവ്വം തീർത്ഥാടകരായിട്ട് സ്വർഗോന്മുഖരായിട്ട് സഭയിലെ മക്കളായിട്ട് നമ്മൾ നീന്തി തുടിച്ച് വള്ളത്തിൽ ചെറിയ നൗകയിൽ തുഴഞ്ഞുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. തീർത്ഥാടകരായിട്ട് ഈ ഭൂമിയിൽ തീർത്ഥാടകരായിട്ട് സ്വർഗോന്മുഖരായിട്ട് സ്വർഗലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോമാച്ചന് ഇവിടെ കൊണ്ട് ഈ യാത്ര അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷെ തുടർ യാത്ര ചെയ്യുകയാണ്. ഞാൻ പുനരുത്ഥാന ജീവനമാണെന്ന് പറഞ്ഞ മിശിഹ ഈ മകന് ഉത്ഥാനത്തിലും സ്വർഗീയ വാസത്തിലും അവന് ഇടം കൊടുക്കും. നമ്മുടെ അത് വിശ്വാസമാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്ത് പുണ്യം ചെയ്ത് സുഹൃതം ചെയ്ത് സത്യത്തിന് വേണ്ടിയിട്ട്, നീതിക്ക് വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ പരോന്മുഖമായിട്ടുള്ള പ്രവൃത്തികൾക്ക് വേണ്ടി സഹാനുഭൂതിയും അനുകമ്പയും ദയയും ഔദാര്യവും കരുണയും ക്ഷമയും ഒക്കെ കൊടുക്കുമ്പോഴാണ് നമ്മളൊക്കെ നിത്യമായിട്ട് ജീവിക്കാൻ കഴിവുറ്റ വ്യക്തികളായിട്ട് മാറുന്നത്. ജരാതരകൾ ബാധിച്ചാലും ഇനി തലയൊട്ടിൽ ഒരു മുടി പോലും ഇല്ലെങ്കിൽ പോലും ഇനി ശരീരഭാഗങ്ങൾ ശുഷ്കിച്ച് നട്ടല് വളഞ്ഞ് എല്ലുകളൊക്കെ ബലം കുറഞ്ഞ് ഇല്ലാതായാലും ഇതൊക്കെ മുദ്രകളായിട്ട് മാറും.
തനിക്ക് വേണ്ടി ജീവിച്ച് മിസ്റ്റർ കേരളയായിട്ടോ മിസ്റ്റർ കാവാലയായിട്ടോ നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. തൻ്റെ സുഖം, തൻ്റെ താല്പര്യങ്ങൾ, തൻ്റെ ഇഷ്ടങ്ങൾ, തൻ്റെ സുഖ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് ആകാരത്തെ മാത്രം, ആകൃതിയെ മാത്രം വളർത്തുന്ന, പുഷ്ടിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന, മറ്റുള്ളവരുടെ ആകർഷണം കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടാതിനങ്ങളെല്ലാം കാട്ടിക്കൂട്ടുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അത് ഇവിടെ കൊണ്ട് തീരുന്ന സാധനങ്ങൾ അതൊക്കെ. എപ്പോൾ വേണമെങ്കിലും നമ്മൾ വിരൂപരായി മാറാം. എപ്പോൾ വേണമെങ്കിലും നമുക്ക് അനാരോഗ്യം നമുക്ക് പിടിപെടാം, ബാധിക്കാം. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നീതിപൂർവം സത്യത്തിനും സ്നേഹത്തിനും സാഹോദര്യത്തിനും ഇനി സഭയോടും സമൂഹത്തോടും രാഷ്ട്രത്തോടും ഉള്ള പ്രതിബദ്ധതയൊക്കെ പുലർത്തി ജീവിക്കുകയാണെങ്കിൽ ആ നമ്മുടെ ലൈഫ് സ്പാൻ, നമ്മുടെ ജീവന്റെ ആയുസിന്റെ ആ ദൈർഘ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും. തോമാച്ചൻ അങ്ങനെയുള്ള വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിരിക്കുന്നത്. തോമാച്ചനെ കുറിച്ച് ചിലവരെ ആൾക്കാരൊക്കെ എൻ്റെ ചെവിയിലൊക്കെ ഓരോ കാര്യങ്ങൾ പറയുകയാണ്. വന്ന അവസരത്തിൽ പിന്നീട് എന്നോട് ഡയറായിട്ടില്ല ഒരാൾക്കാരൊന്നും പറയാനായിട്ട്. ഞങ്ങളുടെ അടിമുടി ഒന്ന് നോക്കുക. അവരെ ഈ പറയുന്ന ആളെ ഒന്ന് കാലിൻ്റെ നഖം തൊട്ട് മുടി വരെ ഒന്ന് നോക്കും. അന്നേരം അവൻ മനസ്സിലാവും ഇതിവിടെ ചിലവാകത്തില്ലെന്ന് മനസ്സിലാവും. പിന്നെ നിർത്തിക്കളയും. പിന്നെയും പറഞ്ഞുകൊണ്ടെന്താ പറയും, ആള് ഉള്ളപ്പം നമുക്ക് സംസാരിക്കാമെന്ന് പറയും, ആളിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് സംസാരിക്കാമെന്ന് പറയും. അപ്പോൾ ഈ മകൻ നമ്മളോട് യാത്ര പറയുമ്പോൾ ഇന്ന് ഗുരുകുലച്ചനും കാട്ടടിയച്ഛൻ, നമ്മുടെ പുതിയ വികാരിയച്ഛൻ ഒരുപക്ഷെ വന്നിട്ട് ആദ്യമായിട്ട് നടന്ന മൃതസംസ്കാര ശുശ്രൂഷയാണ്. കാട്ടടിയച്ഛനും അമലച്ഛനും എല്ലാവരും ഇവിടെ സന്നിധി, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. കുളക്കമ്മയൊക്കെ രോഗവും ആരോഗ്യമൊക്കെ മറന്നു തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കുടുംബത്തോടും ഇതിലൂടെ സന്നിധാനത്തോടും ഞങ്ങൾ പറയുകയാണ്, നിങ്ങൾക്ക് സന്തോഷിക്കാം, നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ഈ അപ്പന്റെ നന്മയും പുണ്യങ്ങളും സുഹൃത്തുക്കളൊക്കെ ഏറ്റെടുത്ത മക്കൾ ഇവിടെ ഇന്ന് ജീവിക്കുകയാണ്. ഇനി അതിന്റെ പിന്നാലെ വരുന്ന അടുത്ത തലമുറയും റെഡിയായിട്ട് നിൽക്കുകയാണ് ജീവിക്കാനായിട്ട്. ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഒരുപാട് ത്യാഗത്തിന്റെയും ശുശ്രൂഷയുടെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും കുരിശിന്റെയും ഒക്കെ കഥ പറയാനുള്ളവരാണ് ഈ 5 മക്കളുടെ ജീവിത പങ്കാളിയും അവരുടെ കൊച്ചു മക്കളും ഒക്കെ. അത് എനിക്ക് അടുത്തറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇവരുടെ പുണ്യങ്ങളും സുഹൃത്തുക്കളൊക്കെ ഞാനിവിടെ പെരുന്നാളിലായിരുന്നപ്പോൾ 21 വരെയുള്ള അതോടൊപ്പം പുണ്യാളുടെ പെരുന്നാൾ ഏറ്റെടുത്ത കൂട്ടത്തിൽ ഒരു കൂട്ടർ ഇവരായിരുന്നു. 2021 വരെയുള്ള കാര്യങ്ങൾ എടുത്ത് 6-7 വർഷത്തേക്കുള്ള ആൾക്കാർ അന്ന് തന്നെ ബുക്ക് ചെയ്തായിരുന്നു. അതിലൊരു പെരുന്നാൾ നടത്താൻ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള പുണ്യമല്ല ഞാനിവിടെ പറയുന്നത്. പക്ഷെ അന്നും അവര് അതിന്റെ മുൻപന്തിയിലായിരുന്നു. ഇന്ന് അതിന് മുൻപന്തിയിലാണ്. അത് നമുക്ക് അഭിമാനം വേണം, സന്തോഷത്തോടെ ഈ മകന് ബൈ പറയാം. സ്വർഗവന്മുഖ യാത്ര ചെയ്യുമ്പോൾ സ്നേഹത്തോടെ നമുക്ക് പുഞ്ചിരിയോടുകൂടി നമുക്ക് ഈ മകന് യാത്ര പറയാം. കരയേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. ചില ആൾക്കാർ മരിക്കുമ്പോൾ അവർ നമ്മളോടുള്ള ആ ബന്ധത്തിന്റെ പേരിലാണ് നമ്മൾ കരയുന്നത്. ഏതെങ്കിലും അനുഭവിച്ച നന്മയുടെ പുണ്യത്തിന്റെ സുഹൃത്തിന്റെ സത്കൃത്യത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യം ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ വിടുമ്പോൾ ഓർക്കാൻ വിഷയമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ആവശ്യത്തിലധികം ജീവിച്ച് അടുത്ത ഒരു ലോകത്തിലേക്ക് പോകുമ്പോൾ അഭിമാനപൂർവ്വം ബൈ പറയാം. ദൈവം ഈ മകന് സ്വർഗത്തിൽ ഇടം കൊടുക്കട്ടെ. മക്കൾക്കും കൊച്ചുമക്കൾക്കും തുടർന്നും ഈ തെക്കുംതല കുടുംബത്തിൻ്റെയും ഈ മകൻ്റെ പാരമ്പര്യവും ആ മഹിമയും ഒക്കെ വികാരിച്ചൻ പറഞ്ഞതുപോലെ സമഗ്ര തലത്തിൽ പ്രകടിപ്പിക്കാനായിട്ട് തുടർന്നും അവസരം ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സന്തോഷിക്കുന്നു. ഞങ്ങളുടെ ഈ ആത്മാവിനെ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിനുമേ കൃപയാ ഞങ്ങളെ രക്ഷിക്കുക ചെയ്ത ദൈവമേ, എന്റെ കൽപ്പനയിലോ ഈ ലോകത്ത് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്തർന്ന് സുരക്ഷിതമായി എത്തിക്കുവാൻ എന്റെ പരിശുദ്ധൂതന്മാരെ നയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രധാനമായ ദിവസത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൽ സ്വയം കണ്ണുനീർ ചന്ദ്രമിശനായി കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും
പാപങ്ങൾ പൊറുക്കുന്നതിനുമായ മിശിഹായെ എന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. KL 43E6312 വണ്ടിയുടെ ഉടമ വണ്ടി ഒന്ന് റോഡിൽ മാറ്റിക്കൊടുക്കണം. 6312 KL 43E6312 വണ്ടി റോഡിൽ ബ്ലോക്കായി കിടക്കുന്നു. ഒന്ന് മാറ്റി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധികം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവനെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര എന്നേക്കും. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുകമർത്യാനീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു. തിരമാലകളാൽ തിങ്ങിമറിൻ ഇളകും കടൽ പോലെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രതിശരീരം വഹിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ്.
സ്വർഗത്തിലേക്ക് നീങ്ങുന്ന തീർത്ഥയാത്രയുടെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു യാത്രയാണ്. നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരുക്കിയിരിക്കുന്ന വാഹനത്തിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും വണ്ടിയിൽ കയറിയതിന് ശേഷം മാത്രമായിരിക്കും ഇവിടെ നിന്ന് ഇറങ്ങി ഇടത്തേക്ക് പോയി ജഗ്ഗാറിലേക്ക് എല്ലാവരും പ്രവേശിക്കുക. ജഗ്ഗാറിലേക്ക് എല്ലാവരും കയറിയതിന് ശേഷമായിരിക്കും ബോഡി ഇവിടെ നിൽക്കുന്നത്. കൊണ്ട് ദയവായിട്ട് പന്തലിൽ നിൽക്കുന്ന എല്ലാവരും തന്നെ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. എന്നുമെന്നേക്കും സഹജന്മാരെ സ്നേഹിതകളെ യാത്രയിലാകാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തു ഉന്നത മുസ്ലിം പ്രാപിപ്പതിനാ. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പറുദീസായിൽ അവരുടെ അണിയിൽ ചേർന്നറിയാൻ കാത്തിക്കിടമേ. Audiziave min kdamel mi
ഇസ്യാതവരം സേ തക്കൻ കോൽബരിയാൻ നത്തർലക്കിയാനൻ സൽമാക്കന്നിത്തായ് വധമൂസ് പ്രൈത്തായി ബരഹമൈ ഖുസലാ ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനെ നാഥാ സകലീശ നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടെ മേൽ കൃപ നീ ചിന്തണമേ. ആദി മുതൽ അന്ത്യം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. മറിയാല ബ്രൂക്സാ തക്സാൻ ലാ ബ്രൂക്സാത്മാരൻ തർത്തീവ്ലക്കയാനൻ മെത്തോൽ പീശാസൻ സ്ലേവ്കേർലകത്തീസാ ഹാമിന്ദവരൈത്തായ് ബരഹമൈ ഖുസലാ മറിയം ഹത്തായ്ത വശ്വത്യാഹോബേ സീരേ മൈ പാറോ റാഹേ നൈബൂസ അൽനവിസ്താവിസാ. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ നാഥാ കനിവോടെ തൃക്കൺ പാർക്കണമേ. ഗ്വൽത്താനു സാന്ത അലൈതാക് ഇപ്പോൾ ഞാൻ സന്തോഷിച്ചു കളയുന്നീശോ ും ജീവനും അതുപോ ശരണമരുളീര. ശബ്ദമുയർത്തുമ്പോൾ
പ്രാർത്ഥിക്കാം. ജീവിതകാലത്തോ സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവതീരുമാനം നമ്മുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ അറിയുകയും നല്ലവർക്ക് സ്വർഗരാജ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശാലോടിയാളെയും തന്റെ വലതു ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തെ എഴുതുകയും കന്യപ്രകടനത്തിൽ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉയർപ്പിക്കണമേ. നീ ആകാശത്തിന്റെയും ഭൂമിയിലെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനാകുന്നു. പരിശുദ്ധാത്മാവുമായ സർവേശ്വരനെ വൈദ്യമായി ആരാധിക്കുന്നതുകൊണ്ടാണ് നീ ഞങ്ങളെ മരണഭേദാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യും. ഉദാഹരണത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വം ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവേ എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ദാസങ്ങളാൽ എന്റെ ആത്മാവിൽ പ്രഭാവനം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരുടെ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകി നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾക്ക് നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രവേശിപ്പിക്കണമേ. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറുടെ എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറുടെ നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സ്വഭാവമുണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവിന്റെ അനുഗ്രഹത്തിന് ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. കർത്താവിന്റെ അനുഗ്രഹത്തിന് ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. നീ കൂടിയാവുന്ന
പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെ ഈ നാഥനായ ദൈവം എന്നെ വീർപ്പിന്റെ മഹത്വത്തോടുകൂടി അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ചു വിശുദ്ധ ഭൂതാശകൾ അത്യുന്നത ദൈവത്തിന് ന്യായാസ്യം നിങ്ങൾ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവിൽ ഞാൻ പ്രകീർത്തിക്കും മഹിമയോടെ കർത്താവേ നീ അണിയുമ്പോൾ കരുണയോടെ നിർത്തണമേ നല്ല വരത്തു വലമ്പാകേ ഭൂതലവും താമകമല്ലോ കർത്താവേ ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതലായുസ്സും ഉൾക്കൊണ്ടവരാം നിൻ സുരരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അതിമുതലുള്ളവയെല്ലാം തെളിവായിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാനീ പരിശുദ്ധൻ ബലവാനേ നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ നിന്ദുവചങ്ങൾ കേൾക്കണമേ. ഭാവിനിക്ക് വെറുതെ കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ നീ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്ന് സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും നിത്യാശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കാരുണ്യമിടും വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. കരയറ്റവനായി ചിരമഹിമാവിൽ മിന്നി വിളങ്ങും മുഖമൊടു കല്ലറ വിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. വലിയ നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം.
പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ ശ്രദ്ധയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സജീവവും ജീവനായകവുമായ ദാസനെ ഉയർത്തിച്ചവർക്കാവേ ആശുദ്ധമകനീയമായ നീ ജീവിതയുടെ ദിവസത്തിന് ദൈവദാസനെ വിളിക്കുകയും നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ നിർത്തുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണം അടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വരായ നിൽക്കും. Gualtanu samasaledak Padilai se Gualtan minna pra Uhasha shekne Mahanadera. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമോ ജ്ഞാനം. നുഹ്റാ ബഹീഷോ കാല ശ്രീ സേ മസിഹാ മൽക്കൻ ദാനഹ മിൻ റൗമാ മാഹേമി സേ വമഖീം ലഖ്വീരേ. നുഹ്റാദൻ ഹല സന്ദിക്കേ ശംശാഹദ് സാ ദാനഹലക്വീരേ മിൻ കബറൈഹോ നൗദോലമശിഹാ. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും മൃതരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കബറിടമൊളിച്ചിന്നും അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. സ്വേരേ അമ്രൗർബേ സ്ലാമിൻ ബഖയാ കുലുഹോൻ ഹംബി വൈ
ഈതുമശീഹ ദനയീർതാം കൂസൻ ശുഹാലാവാവുലവറാവൽ റൂഹാത് കുദുശാ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്മത്തേക്ക് സഹോദരനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിൽ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ദൈവത്തെ ബഹുമാനിക്കുകയും ചെയ്ത് നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. ബാവായ്ക്കും പുത്രനും റോഹാദ കുദശായ്ക്കും സ്തുതി. താതനുമേവം സുതനും റോഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. മിന്നാലം വാദം മാല് ആലം ലാത്തിഷ് പൊഹത്താ ഈശോ പാരോക്കൻ മൗത്താബീതൈക് ഉഹൈബ് സിവയാനാ. ആദിമുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയിരും നിൻ കൈകളിലല്ലോ, നിന്നെ നമിക്കും.